ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. വലിയ മഴയല്ലേ? ഓ, ഹലോ, നമസ്കാരം എല്ലാവർക്കും. കാഴ്ചകളിലേക്ക് സ്വാഗതം. ക്യൂബക്കിലെത്തിയിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയാണ്. ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണേ. ആ മല നോക്കിയേ, നല്ല ഭംഗിയില്ലേടാ ആ മല നോക്കിയേ. വളരെ ദൂരം സഞ്ചരിക്കുന്ന ഒരു ടണലാണിത്. 2.5 കിലോമീറ്ററാണ് നമ്മൾ ഇതുവഴി സഞ്ചരിച്ച് എക്സിറ്റ് ആയിട്ടുള്ളത്. 33 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു അണ്ടർഗ്രൗണ്ട് നെറ്റ്വർക്ക് ടണലാണിത്. പല ഓഫീസുകളിലേക്കും അപ്പാർട്ട്മെന്റ്സിലേക്കും കമ്പനീസിലേക്കും ഇവൻ മെട്രോ സ്റ്റേഷൻസിലേക്ക് വരെ കണക്ഷൻസ് ഉണ്ട്. നിങ്ങൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൺസ്ട്രക്ഷൻ ആണ്. സെയിന്റ് ലോറൻസ് റിവറിന് കുറുകെയുള്ള ബ്രിഡ്ജാണ്. വളരെ ഭയാനകം എന്ന് തോന്നിപ്പിക്കുമാറുള്ള ഒരു ബ്രിഡ്ജാണിത്. വഴി കടന്നു പോകുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും കേട്ടോ. രാത്രിയാണ് കുറച്ച് ലൈറ്റപ്പൂണി നടന്നു മുകളിലേക്ക് പച്ചനീലി ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നു. ഇങ്ങനത്തെ ബ്രിഡ്ജുകളൊക്കെ അവിടെ അല്ല മൊത്തം. മറ്റേ ഇരുമ്പ് US-ന്റെ ബ്രിഡ്ജ് കണ്ടില്ലായിരുന്നു? അത് എന്തൊരു ഹൈറ്റിലല്ലേ ഇത്. ക്യൂബക്കിൽ പോകുന്നവരൊന്നും ഈ ഒരു യാത്ര മിസ് ചെയ്യരുത്. ഈ പാലത്തിന് കുറുകെ ഒന്ന് പോയി നോക്കണം. അതായത് ഇവിടെ വലിയ ഒരു നദിയാണ് സെന്റ് ലോറൻസിനെ നമുക്ക് കുറച്ച് കാണാൻ പറ്റും. കാലം മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന ഒരു നദിയാണ്. കടല് പോലെയെന്ന് വേണമെങ്കിൽ പറയാം. പകുതി ഐസായിട്ട് കിടക്കുന്ന റിവർ അല്ലേ. ഹബീബി ദുബായ്. പല സീസണിലും പല ഭംഗിയാണ് ഈ വഴികൾക്ക്. അതിനുള്ളതാണത്. മഞ്ഞ് കുറച്ചൊക്കെ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ കാണുമ്പോഴാണ് മഞ്ഞുണ്ടെന്ന് മനസ്സിലാവണല്ലേ. ഫുള്ള് മഞ്ഞാണെങ്കിൽ വെള്ള കളറിൽ ഇരുന്നേനെ നമുക്ക്. അവിടെ വണ്ടികളും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിനിടയിൽ നിന്ന് സൂര്യ ഉദിച്ചു വരുന്ന ആലോചിക്കാൻ നല്ല രസമുണ്ടാവില്ലേ. മഴ കുറേശ്ശെ പെയ്യുന്നുണ്ട്. ട്രെയിൻ അപ്പുറത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. എന്തായാലും രാത്രിയോടടുത്താണ് നമ്മൾ സെയിൻറ്റ് ആനയുടെ ചർച്ചിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ രാവിലെയാണ് നമ്മുടെ പ്രതീക്ഷ. രാത്രിയിലൊന്നും കാണാൻ പറ്റില്ലല്ലോ. ആകെ മൂടൽമഞ്ഞും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. നല്ല ഫോഗി ഡേ ആണ്. വീഡിയോയിൽ കാണുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത റോഡുകളാണല്ലേ. പക്ഷെ അത്യാവശ്യം വിസിബിലിറ്റി കുറവാണ് നേരിട്ട് കാണുമ്പോൾ. ക്യൂബക്കിലെ ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസ് ഉണ്ട്, മോൺമോൺസി ഫോൾ. അതിന് മുമ്പ് കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ മുഴുവൻ തണുത്തുറഞ്ഞു കിടക്കുന്ന സെയിന്റ് ലോറൻസ് റിവറാണ്. രാത്രിയിൽ ഇതുവഴിയുള്ള യാത്ര കുറച്ച് ശ്രദ്ധിക്കണം. മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഹോട്ടൽ നോക്കി നോക്കി പോകുന്നു. ഹോം ടൂർ. എന്നോടല്ലേ ചോദിച്ചത് നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പോവാണോ, നീ എനിക്ക് അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചാണ്. ഇപ്പൊ ലൈറ്റ് ഓൺ ആക്കോ. കണ്ടോ, സ്റ്റവ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഗ്രില്ല് ചെയ്യാം. Habibi, come to Dubai. Mom's recording you. Watch. ഓരോ രീതി. ഡബിൾ ബെഡ് ബെഡ്
ഡബിൾ സൈസ് ബെഡ് നിങ്ങളിവിടെ ഇരുന്നോ, ഞങ്ങൾ എടുത്തിട്ട് വരാം. ഇപ്പം നമ്മൾ ക്യൂബക്കിൽ എത്തിയതിന് ശേഷമുള്ള കുക്കിംഗ് ആണല്ലേ? കുക്കിംഗ് എന്താണ്? ചെറിയ കുക്കിംഗ്, ചെറിയ വക കുക്കിംഗ്. ചായ മമ്മിയുടെ കൊടുക്കി. ഓ, അടിപൊളി ചായ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എനിക്ക് ജോണാണോ ഉണ്ടാക്കിയത്? വാവ്, നീയാണോ ഉണ്ടാക്കി എനിക്ക് ചായ? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടാ. ഞാൻ പിള്ളേരുണ്ടാക്കിയ ചായ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ക്ഷീണിച്ചെന്നോ വണ്ടിയിൽ? അതെ, ലാവിഷായിട്ട് കിടന്നുറങ്ങായിരുന്നല്ലോ. ഇനി നിനക്ക് ഉറക്കം വേണ്ട? അതുകൊള്ളാലോ. എന്തായാലും നല്ല അടിപൊളി ഹോട്ടലല്ലേ? ഫ്രഞ്ചാണ് കേട്ടോ. ബോഞ്ചോർ, ബോഞ്ചോർ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇന്ന് നമ്മൾ പള്ളിയൊക്കെ കണ്ടതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഇറങ്ങണത്. ഇപ്പോൾ ഒരു 8 മണിയായിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരും. മതി, അടുത്ത ചോദിച്ചു തിരിക്കി ടേൺ ടേൺ. ജാക്കിനാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അതായത് വേപ്പിൾസൊക്കെ അവൻ തന്നെ ഉണ്ടാക്കി. പിന്നെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മേപ്പിൾ സിറപ്പാണല്ലോ. മഴയൊക്കെ മാറി നേരം വെളുത്തു. ഇതാണ് പുറത്തുള്ള കാഴ്ച. മഞ്ഞാണ്, നല്ല കട്ട മഞ്ഞ്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ അവിടെ പുഴ ഒഴുകുന്നത് കാണാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. നല്ല കടല് പോലെയാണ് ഉണ്ടാവുക കേട്ടോ. ഷിപ്പ് വരെ പോവും അതിൻ്റെ ഉള്ളിൽ കൂടെ. അതുപോലെ നല്ല ആഴത്തിലാണ് ഇവിടുത്തെ റിവറും ലേക്ക് എന്നൊക്കെ പറഞ്ഞാൽ. നല്ല ക്ലൈമറ്റ് അല്ലേ ജാക്കെ? നമുക്ക് പള്ളിയിൽ പോകണ്ടേ? ഇവിടെ അടുത്തുള്ള സെയിൻറ്റ് ആൻ പള്ളിയിൽ പോകണം. കുർബാനയ്ക്ക് സമയം ആവണമല്ലോ. അതിന്റെ മുകളിലൊക്കെ വീടുകൾ ഉണ്ടായിട്ടില്ലേ? അതവിടെ റോഡ് വേറെ ഉണ്ട്. അതാണ് നമ്മളെടുത്ത ഹോട്ടലിൽ നിന്നുള്ള നേരെയുള്ള വ്യൂ തന്നെ സെയിൻറ്റ് ആൻസ് ചർച്ചിലേക്കാണ്. ഇന്ന് നല്ല തണുത്തൊരു മോർണിംഗ് അല്ലേ? നല്ല മലകളൊക്കെ ഉണ്ട് അപ്പുറത്ത്. സെയിൻറ്റ് ആൻ പള്ളിയിലേക്കാണ് വന്നിരിക്കുന്നത്. ക്യൂബക്കിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് സെയിൻറ്റ് ആൻ സാങ്ച്വറി. അതായത് നമ്മുടെ ജീസസിൻ്റെ ഗ്രാൻഡ് മദറാണ് സെയിൻറ്റ് ആൻ. അപ്പോൾ അന്ന പുണ്യവതിയുടെ പള്ളിയിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ഇതുവഴിക്ക് പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. നൈറ്റിൽ ഞങ്ങളവിടെ സ്റ്റേ ചെയ്ത് മോർണിംഗിലാണ് ഞങ്ങളവിടെ എത്തിക്കുന്നത്. ഇന്ന് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. മാതാവിൻ്റെ അമ്മ, അതായത് മദർ മേരിയുടെ അമ്മ സെയിൻറ്റ് ആൻ. അപ്പോൾ ഇന്ന് ഇവിടെ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, നല്ല രാജകീയമായിട്ടുള്ള ഒരു പിക്ചറാണ് സെയിൻറ്റ് ആനിൻ്റെ ഇവിടെ കണ്ടത്. ഒരു സ്ഥലം കൂടി ഉണ്ട്, അത് നമുക്ക് വഴിയെ കാണാം. ഇന്നിവിടെ കുർബാനയുണ്ട്, കുർബാനയ്ക്ക് പോവാം. നല്ലൊരു പ്ലേസാണ് കേട്ടോ. പള്ളിയിലെ ഫ്രണ്ടിലേക്ക് അങ്ങനെ കയറാൻ പറ്റും. നമുക്ക് ഇതുവഴി കയറാം. നമ്മുടെ സെയിൻറ്റ് ആന. അപ്പോൾ അമ്മ കുഞ്ഞിന്
പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ മാതാവാണിത്, മേരി. അപ്പം മാതാവിന് പറഞ്ഞു കൊടുക്കണം. അപ്പം മേരിക്ക് പറഞ്ഞു കൊടുക്കണം സ്ഥലം. ഇതാണ് നമ്മുടെ സെയിൻറ്റ് അന്ന പുന്നലി. നമ്മളങ്ങനെ റെയറായിട്ടല്ലേ ഇതങ്ങനെ കണ്ടിട്ടുള്ളൂ, പലർക്കും അറിയുണ്ടാവില്ല. നമ്മുടെ മാതാവിൽ വരെ എഴുതി നിൽക്കുന്നവരായിരിക്കും. മദർ മേരിയുടെ മാതാപിതാക്കളും സെയിൻസ് ആണ്, സെയിൻറ്റ് ജോക്കിം ആൻഡ് സെയിൻറ്റ് ആൻ. നോർത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ റോമൻ കാത്തലിക് തീർത്ഥാടന കേന്ദ്രമാണിത്. 350-ലധികം വർഷത്തെ ചരിത്രം ഇതിനുണ്ട്. അത്ഭുതങ്ങളുടെ ദേവാലയം എന്നുകൂടിയാണ് അറിയപ്പെടുന്നത്. ഇവിടെ സന്ദർശിക്കുന്ന രോഗികൾക്കൊക്കെ അത്ഭുതകരമായ രോഗസൗഖ്യവും ലഭിക്കുന്നു. ക്യൂബെക് എന്ന കാനഡയുടെ പ്രൊവിൻസിന്റെ മധ്യസ്ഥയാണ് സെയിൻറ്റ് ആന. പണ്ട് കപ്പൽ യാത്രക്കാരായ നാവികരെ സംരക്ഷിക്കുന്നതിനായിട്ടാണ് സെയിൻറ്റ് ആനിൻ്റെ പേരിൽ ഈ ദേവാലയം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. അതും 1658. പിന്നീട് പലതവണ റിനോവേഷനിലൂടെ ഇത് ഇപ്പം ഈ കാണുന്ന ചർച്ചിൻ്റെ ഈ ഒരു അവസ്ഥയിലെത്തി. ജൂലൈ 26-നാണ് സെയിൻറ്റ് ആനിൻ്റെ തിരുനാൾ. ഈ സമയത്തൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടും. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് കൂടി ഇടണേ ഇവിടെ പോയവരൊക്കെ. ഇപ്പം ഈ കാണുന്ന ഈ ഒരു ഭംഗിയല്ല, സമ്മറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ മനോഹരമായിരിക്കും. പൂക്കളും അതിനനുസരിച്ചുള്ള കളർ കോമ്പിനേഷൻസിലായിരിക്കും ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തായാലും ഒന്നുകൂടി വിസിറ്റ് ചെയ്യണം. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും സൈനിങ് ഓഫ് 777 @JackJones.